എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൂടുതൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സ്ത്രീകളുടെ ഓർമ്മശക്തി മെച്ചപ്പെടുത്തുന്നു എന്ന് പഠനം. അതെ, ശാരീരിക ബന്ധത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾ പലതവണ കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ കേട്ടിരിക്കണം. ഇതൊരു നല്ല വ്യായാമമാണ്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. ഇത് നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നു കൂടിയുണ്ട്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഇവ ഏറെ സഹായിക്കുന്നു. അടുത്ത ബന്ധത്തിലൂടെ നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തും. ഒരു ഗവേഷണ പ്രകാരം സ്ഥിരമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഉദ്ധാരണത്തിൽ നിന്ന് തടയുകയും യുവത്വം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ പുതിയ പഠനമനുസരിച്ച് ദിവസവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സ്ത്രീകളുടെ ഓർമ്മശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നുകൂടി പറയുന്നുണ്ട്. അതെ, പഠനം പറയുന്നത് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. സ്ത്രീകൾക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വലിയ നേട്ടമാണ്. അങ്ങനെ ഒരു പറയുന്നുണ്ട്. ഈ പഠനമനുസരിച്ച് നിങ്ങൾ ദിവസവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഓർമ്മശക്തിയെ ശക്തിപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ ശാരീരിക ബന്ധമുള്ള സ്ത്രീകൾക്ക് മറ്റ് സ്ത്രീകളെക്കാൾ മികച്ച ഓർമ്മശക്തി ഉണ്ടെന്നാണ് ഗവേഷണങ്ങൾ വെളിപ്പെടുത്തുന്നത്. സ്ഥിരമായി ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകൾ കാര്യങ്ങളും വാക്കുകളും നന്നായി ഓർക്കുമത്രേ. അതെ, കാനഡയിലെ സർവകലാശാലയിലെ ഗവേഷകരാണ് ഈ ഗവേഷണം നടത്തിയത്. ഗവേഷണ ഫലങ്ങൾ അനുസരിച്ച് PVA ആരോഗ്യമുള്ളവരും യുവതികളുമായ സ്ത്രീകളിലെ മെമ്മറി പ്രവർത്തനത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നു. ഒപ്പം അവരുടെ ഓർമ്മശക്തിയും വർദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി. 78 ഭിന്നലിംഗക്കാരായ സ്ത്രീകളെ ഈ പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 18 മുതൽ 29 വയസ്സ് പ്രായമുള്ള സ്ത്രീകളോട് കമ്പ്യൂട്ടറൈസ്ഡ് മെമ്മറി മാതൃക പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടു. അതിൽ ചില സാങ്കല്പിക വാക്കുകളും മുഖങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ആർക്വൈസ് ഓഫ് സെക്ഷൽ ബിഹേവിയർ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഈ ഗവേഷണം കാണിക്കുന്നത് പതിവായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഫാന്റസി വാക്കുകളുടെ ഓർമ്മയിൽ നല്ല സ്വാധീനം ചെലുത്തുന്നു എന്നാണ്. എന്നാൽ മുഖം തിരിച്ചറിയലിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഈ പ്രശ്നം പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഈ ഫലങ്ങൾ എങ്ങനെ വന്നു എന്നുകൂടി ഗവേഷകർ ചിന്തിച്ചു. ശാരീരിക സമ്പർക്കം ഹിപ്പോകാമ്പസിന് ചുറ്റുമുള്ള ടിഷ്യൂവിന്റെ വളർച്ച വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മെമ്മറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗമാണ് ഹിപ്പോകാമ്പസ്. ശാരീരിക ബന്ധവും ഹിപ്പോകാമ്പസും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടോ എന്ന് ഇതുവരെ വ്യക്തമല്ല എങ്കിലും എന്തുകൊണ്ടാണ് ഗവേഷണത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ മുഖങ്ങൾ ഓർക്കാതെ വാക്കുകൾ മാത്രം ഓർത്തത്? എല്ലാത്തരം മെമ്മറികൾക്കും ഹിപ്പോകാമ്പസ് ഉത്തരവാദിയല്ല എന്നത് കാരണമായിരിക്കാം എന്നാണ് പഠനം പറയുന്നത്. അപ്പോൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് ഇത്തരം ഗുണങ്ങളും സ്ത്രീകൾക്ക് ലഭ്യമാണെന്ന് ചുരുക്കം.